ആഗസ്റ്റ് 2 വലിയ പ്രത്യേകതയുള്ള ദിവസമാണ്. അന്നാണ് പോർശുഗല ദണ്ഡവിമോചന ദിവസമായിട്ട് കത്തോലിക്ക തിരുസഭ ആചരിച്ചു വരിക. ഇതിന്റെ പ്രചാരകനായിട്ട് അറിയപ്പെടുന്നത് അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാളനാണ്. പോർശുഗല അസീസിയിലെ ഇറ്റലിയിലെ ഒരു ചെറു ദേവാലയമാണ്. ഈ ദേവാലയം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം ദൈവമാതാവിന്റെ നാമത്തിലാണ് സ്ഥാപിതമായത്. അതുകൊണ്ട് തന്നെ തകർക്കപ്പെട്ടു കിടന്നിരുന്ന ഈ ദേവാലയം അദ്ദേഹം പുനരുദ്ധരിച്ചു. അവിടെ പ്രാർത്ഥനകൾ ആരംഭിച്ചു. തന്റെ സന്യാസ ജീവിതത്തിന്റെ ഈറ്റില്ലമായിട്ട് അതിനെ കണക്കാക്കി രാത്രിയുടെ യാമങ്ങളിലൊക്കെയും അദ്ദേഹം അവിടെ ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. തന്റെയും ലോകത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം ആയിട്ട് പാപക്രിയകൾ ആരംഭിച്ചിരുന്നു. തനിക്ക് ലഭിച്ച ദർശനത്തിൽ അദ്ദേഹം തമ്പുരാനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പരിപൂർണമായ വിടുതലും മോചനവും സൗഖ്യവും ലഭിക്കണം പാപങ്ങളിൽ നിന്നൊക്കെ. അതൊരു ആനുകൂല്യമായിട്ട് കൽപ്പിച്ചു നൽകണം എന്നൊക്കെ അദ്ദേഹം യാചിക്കുന്നുണ്ട്. അതിനെ പരിപൂർണ ദണ്ഡവിമോചനത്തിന്റെ ഒരു മാതൃകയാക്കി മാറ്റണമെന്നൊക്കെ യാചിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പുണ്യവാളന്റെ ഈ ആവശ്യം മനസ്സിലാക്കിയ യേശു ഇത് അംഗീകരിച്ചു നൽകുകയും തുടർന്ന് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അത് ഒരു ആനുകൂല്യമായിട്ട് രേഖകളിൽ എഴുതപ്പെടുകയും ചേർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹൊനോരിയസ് മാർപ്പാപ്പയ്ക്ക് ശേഷം തുടർന്ന് വന്ന മാർപ്പാപ്പമാരൊക്കെയും ഇത് വലിയ കൃപയായിട്ട് അംഗീകാരമായിട്ട് കത്തോലിക്ക സഭയിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഓഗസ്റ്റ് 2 എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുള്ളതാണ്? അന്നാണ് പരിശുദ്ധ മാലാഖമാരുടെ രാജ്ഞിയായ ദൈവമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. അപ്പോൾ അതിന് തലേ ദിവസം ഓഗസ്റ്റ് 1 ഉച്ച മുതൽ ഓഗസ്റ്റ് 2 അർദ്ധരാത്രി വരെയാണ് ഇതിന്റെ സമയക്രമം. അന്നേ ദിവസവും തുടർന്ന് അതിന് മുന്നുള്ള ദിവസങ്ങളിലോ നമുക്ക് ദേവാലയത്തിലോ അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ ദേവാലയത്തിലോ ചെന്ന് മുഴുവൻ കുമ്പസാരം നടത്തുകയും മുഴുവൻ കുർബാനിൽ പങ്കുകൊള്ളുകയും ഒപ്പം തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്റെ പാപങ്ങൾക്ക് പരിഹാരമായി പരിപൂർണമായ ദണ്ഡവിമോചനം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസവും ബോധ്യവും ലഭിക്കുമെന്നുള്ള ചിന്തയായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിപൂർണമായ ദണ്ഡവിമോചനത്തോടെ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുടെയും ആത്മാക്കൾക്ക് മോചനവും സൗഖ്യം ലഭിക്കുമാറായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയോടും ഫ്രാൻസിസ് പുണ്യവാളനോടും ചേർന്നുകൊണ്ട് ഈ ദിവസത്തെ ഏറ്റവും മനോഹരമാക്കി ആഘോഷിക്കുകയും ചെയ്യാം.